ഹലോ വെൽക്കം ടു ഓൾ, ഇറ്റ്സ് മീ ഇസ്മായിൽ. നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു അടിപൊളി ചിക്കൻ കപ്സയാണ്. അതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ആദ്യമായിട്ട് ഒഴിക്കാൻ പോകുന്നത്. അതിലേക്ക് നമ്മൾ ചെറുതായി അരിഞ്ഞ സവാളയാണ് ചേർക്കാൻ പോകുന്നത്. കുറച്ച് ഉപ്പ് അതിലേക്ക് ചേർക്കുന്നുണ്ട്. ആദ്യം കുറച്ച് ചേർക്കുക, എന്നിട്ട് ലാസ്റ്റ് നമുക്ക് മസാലയൊക്കെ ഇട്ടതിന് ശേഷം ഉപ്പിൻ്റെ അളവ് നോക്കിയിട്ട് ബാക്കിയോടെ ചേർക്കാം. നമ്മൾ ഉപ്പിങ്ങനെ ആദ്യം ഇട്ടാൽ ഉള്ളി പെട്ടെന്ന് തന്നെ വഴണ്ട് വരും. നമ്മൾ ആക്ച്വലി ഇത് മസാലയ്ക്ക് വേണ്ടിയല്ല ഉള്ളി വാട്ടുന്നത്, അത് ചോറിൻ്റെ ഒരു ടേസ്റ്റിന് വേണ്ടിയാണ്. അതുകൊണ്ട് നല്ല രീതിയിൽ ഒരു ഡ്രൈ ആയിട്ട് വരണം. ഇത് നമ്മുടെ ഉള്ളി ഏകദേശം ഇങ്ങനെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതുക്കിയതാണ്, അതൊരു ടീസ്പൂണ് ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമ്മൾ അതിൽ ആഡ് ചെയ്യാൻ പോകുന്നത് പച്ചമുളകാണ്. ഒരു പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞതാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഇഞ്ചി വെളുത്തുള്ളിൻ്റെ പച്ചമുളകിൻ്റെ ഒക്കെ ഒരു പച്ചമണം പോകുന്നത് വരെ നല്ലോണം വഴറ്റിയെടുക്കുക. ഇനി നമ്മളതിലേക്ക് ഇടാൻ പോകുന്നത് സ്പൈസസ് ആണ്, അതായത് പട്ട, ഗ്രാമ്പു, ഏലക്കായ്, ചെറിയ ജീരകം, വലിയ ജീരകം. ഇനി നമ്മൾ ഒരു ചെറിയ ക്യാപ്സിക്കം ചെറുതായിട്ട് അരിഞ്ഞത് അതുകൂടെ അതിലേക്ക് ചേർക്കാൻ പോവുകയാണ്. ഇനി നമ്മൾ ഇതിലേക്ക് ചേർക്കാൻ പോകുന്നത് തക്കാളി പേസ്റ്റാണ്. അതായത് ഒരു 3 നല്ല പഴുത്ത തക്കാളി നല്ല രീതിയിൽ അടിച്ചെടുത്ത് മിക്സിയിലിട്ട് അടിച്ചെടുത്താണ്, വേറൊന്നും ചേർത്തിട്ടില്ല. ഇനി ഇതിലേക്ക് ചേർക്കുന്നത് മാഗി ക്യൂബാണ്. 2 മാഗി ക്യൂബ് ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. അത് നല്ല രീതിയിലൊന്ന് ഉടച്ചു കൊടുക്കുക. നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, മാഗി ക്യൂബ് ചേർക്കുന്നത് കൊണ്ട് അതിൽ ഓൾറെഡി ഉപ്പിൻ്റെ അംശം കൂടുതലാണ്. അതുകൊണ്ട് നമ്മൾ ഫസ്റ്റ് ഉപ്പിടുമ്പോൾ അതിൻ്റെ കണക്കാക്കി ഉപ്പിടുക. ഇനി ഇതിലേക്ക് നമ്മൾ മസാലകൾ ചേർക്കാൻ പോവുകയാണ്. 1/2 ടേബിൾ സ്പൂണ് മുളക് പൊടി, 1/2 ടേബിൾ സ്പൂണ് മഞ്ഞൾപ്പൊടി, 1/2 ടേബിൾ സ്പൂണ് കുരുമുളക് പൊടി. പിന്നെ നമ്മൾ ചേർക്കാൻ പോകുന്നത് കപ്സ മസാലയാണ്. 1/2 ടേബിൾ സ്പൂണ് ചേർക്കുന്നുണ്ട്. നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. കളറിന് വേണ്ടിയിട്ട് ഒരു 1/2 ടേബിൾ സ്പൂണ് കാശ്മീരി ചില്ലിയും കൂടി ചേർക്കുന്നുണ്ട്. ഒരു ടേബിൾ സ്പൂണ് കുരുമുളകാണ്, നമ്മൾ കായ്മുളക്, അതുകൂടെ ചേർക്കുകയാണ്. ഇപ്പോൾ നമ്മുടെ മസാലയൊക്കെ ഇവിടെ സെറ്റായിട്ടുണ്ട്. ഈ മസാലയിലേക്ക് നമ്മൾ കഴുകി ക്ലീനാക്കി വെച്ച 1 കിലോ ചിക്കനാണ്, ആ ചിക്കനും കൂടെ ഈ മസാലയിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. ഇനി നമ്മൾ ചോറിന് ആവശ്യമുള്ള വെള്ളം ഇതിലേക്ക് ഒഴിക്കാൻ പോവുകയാണ്. നമ്മൾ 1 കപ്പ് അരിക്ക് 1.5 കപ്പ് വെള്ളം എന്നുള്ള തോതിലാണ് എടുത്തിട്ടുള്ളത്. നമ്മൾ ഈ ഒരു കപ്പിലാണ് അരി അളന്നെടുത്തത്. അപ്പോൾ ഇതിൻ്റെ ഒരു 1.5 കപ്പ് തോതിൽ വെള്ളം ഇതിലേക്ക് ഒഴിക്കുകയാണ്. അതിനുശേഷം നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നല്ല ഹൈ ഫ്ലെയിമിൽ തീ വെക്കുക. ഇനി നമുക്കൊന്ന് മൂടി വെച്ചിട്ട് നല്ലോണം ഒന്ന് ചിക്കൻ വേകുന്നത് വരെ ഒന്ന് തിളപ്പിക്കാം. നമ്മളിപ്പോൾ ഈ അരി വേഴുന്ന സമയം കൊണ്ട് നമുക്ക് ഈ ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ജസ്റ്റ് ഒന്ന് ഓൾറെഡി വെന്ത് കഴിഞ്ഞാണ്, ഇനി ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഈ ഒരു അരി അപ്പുറത്തേക്ക് മാറ്റുകയാണ്. അപ്പോൾ നമ്മുടെ ചിക്കൻ ഫ്രൈ ചെയ്യാനുള്ള പാന് ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചു കൊടുക്കാൻ പോകുന്നത്. ഒരു 2.5 ടേബിൾ സ്പൂണ് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എണ്ണയൊക്കെ നല്ല രീതിയിൽ ചൂടായി വന്നിട്ടുണ്ട്. നമ്മൾ ഈ ഒരു ചിക്കൻ ഇതിലേക്ക് ഇടാൻ പോവുകയാണ്. നമ്മുടെ ചിക്കൻ ഇങ്ങനെ നല്ല രീതിയിൽ ഫ്രൈ ആയത് വരുന്നുണ്ട്. ജസ്റ്റ് ഒന്നിങ്ങനെ തിരിച്ചിട്ട് കൊടുക്കുക. നമുക്ക് ഈ ഒരു കളറാണ് വേണ്ടത്. ആ രീതിയിൽ എല്ലാ ഭാഗവും ഒന്ന് തിരിച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. അപ്പോൾ നമ്മുടെ ചിക്കൻ ഏകദേശം ഫ്രൈ ആയി വന്നിട്ടുണ്ട്. നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്യാൻ പോവാണ്. എല്ലാ ഭാഗവും നല്ലൊരു ഗോൾഡൻ ബ്രൗൺ ആയിട്ട്
നല്ല രീതിയിൽ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ റൈസ് ഏകദേശം സെറ്റായി വന്നിട്ടുണ്ട്. വെള്ളമൊക്കെ വറ്റി ഏകദേശം നല്ല രീതിയിൽ സെറ്റായി വന്നിട്ടുണ്ട്. നമ്മുടെ ചോറ് നമ്മൾ പ്ലേറ്റിലേക്ക് മാറ്റാൻ പോവാണ്. ഈ ചിക്കൻ കപ്സ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ നല്ല അറേബ്യൻ ടേസ്റ്റിലുള്ള നമ്മുടെ ബസ്മതി റൈസൊന്നും അല്ലാതെ സാധാ കായ്മ അരി കൊണ്ട് തന്നെ ഉണ്ടാക്കാൻ പറ്റിയ ഒരു ചിക്കൻ കപ്സയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ വീണ്ടും പുതിയൊരു വിഭവമായിട്ട് അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ.